എങ്ങനെ മുന്നത്തെ കൂറത്തങ്ങളുടെ ആ വീഡിയോ വൈറലായപ്പോ അതിലെ കമന്റ് ബോക്സിൽ എന്തെല്ലാം പറഞ്ഞാർ, കള്ള പിറാന്ത അത് ഇതുണ്ടല്ല പറഞ്ഞാർ. ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊട്ടിಗೆ ആ സമൂഹ എങ്ങനെ പറഞ്ഞാറ അതേപോലെ ഇത്തിക്കറി നിങ്ങൾ പറഞ്ഞോല്ലേ, അതേപോലെ ഇത്തിക്കറി റിട്ടേൺ നങ്ക് തന്നോല്ലേ. അപ്പൊ നങ്ക് ഒരു കാര്യം ഉറപ്പൈത്തെ എന്തേ, ഞങ്ങൾ ഹക്കുലുല്ലങ്ങ ചൊല്ലത്, ഞങ്ങൾ നബിമാരെ ഫോളോ ആക്കുറങ്ങ ചൊല്ലത്, നബിമാരെ പാതിൽ ഞങ്ങൾ ഉള്ള ചൊല്ലത് അതൊരു ഗ്യാരണ്ടി ആയിട്ട്. ഇത്തരത്തോളു ഞങ്ങൾക്ക് ദാവത്തിലൂടെ മിസ്റ്റേക്ക് ഉണ്ടാച്ചൊന്ന് ഞങ്ങൾ വിയർച്ചുന്ന നിങ്ങൾ പറച്ചലും നിങ്ങൾ ഗോജലെല്ലാം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഗ്യാരണ്ടി അവിടെ, ഞങ്ങൾ കുഗ്രങ്ങല്ല, ഞങ്ങൾക്കത് യാറ് ഗ്യാരണ്ടി അവിടെ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന പോലെ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, അതേ ആൾമാരെല്ലാം നിങ്ങൾ എതിർ കൂടിയോണ്ടാൽ നിങ്ങൾ അടിക്കോ വേണ്ടാർ. ഫസാദഹും ഈമാന, മുഅ്മിനുമാരുടെ ഈമാൻ ഗട്ടിയവരെ, മുഅ്മിനാരുടെ ഈമാൻ യാറവിടെ. അങ്ങനെ ചൊല്ലற എന്തേ, തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കുന്നു ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ കൂടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര. റബ്ബ് സുബ്ഹാനഹു വ തആല തറത്തില് അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. ഞങ്ങൾ ഇണ്ടത്തെ ടോപ്പിക്ക് ಬೆಂಕಿಯಲ್ಲಿ ಅರಳಿದ ಆದರ್ಶ ಬಿಸಿಲಿಗೆ ಬಾಡದು, തീല് വെലിഞ്ഞതായ ആദർശ വെയിൽ വന്ന സാത്തുക അത് ബാടി പോണ്ടില്ല. എന്ത് കൈത്തിക്കറ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് സെലക്ട് ആക്കുക കാരണം ചൊല്ലത് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തേത് ഞങ്ങൾ അറിയണായ വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുൽ ഇസ്ലാമിലു അടിസ്ഥാന കാര്യമായിട്ട് നിലനിപ്പാട്ടിരെ തൗഹീദ് ഐത്തിക്കർ. ദീനിൽ എല്ലാത്താണ്ടിയാറ പ്രധാനപ്പെട്ട ഒരു കാര്യ തൗഹീദ് ഐത്തിക്കർ. തൗഹീദ് ജീവനത്തില് പാലനാക്കുക ഐത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ ദുനിയാവുക കടത്തിരി. അങ്ങനെ തൗഹീദ് അനുസരിച്ച് ജീവിക്കറങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവു ഈ ഭൂമിയിലെ എല്ലാ സൗകര്യം ഉണ്ടാക്കി വെച്ചിറ. ഒരാളുടെ തൗഹീദ് സമയിന്നെങ്കൈത്തിക്കറ് ബാക്കിയുള്ളതെല്ലാം സമാവുറ്. ഒരാളുടെ തൗഹീദ് സമയില്ലാണ്ടായെങ്കിൽ അവന്റെ ബാക്കിയുള്ള ഒന്നും സമാവില്ല. ഖുർആനില് ഫസ്റ്റ് കൽപ്പന തൗഹീദ് ഐത്തിക്കറ്. ഖുർആനില് ഫസ്റ്റ് വിരോധ തൗഹീദ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശിർക്കിന്റെ വിഷയത്തിക്കറ്. എല്ലാ നബിമാരും അങ്ങനെ സമൂഹത്തിക്ക് ബന്ധ ഫസ്റ്റ് ചൊന്ന വിഷയ തൗഹീദ് ഐത്തിക്കറ്. ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തൊട്ടിಗೆ ಬಂದ ചൊന്ന ഫസ്റ്റ് വിഷയ തൗഹീദ് ഐത്തിക്കറ്. ഖുർആൻ അവതീർണയിರೋ തൗഹീദ് എക്സ്പ്ലെയിൻ ആക്കുക ഐത്തിക്കറ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ചൊല്ലു അൽ ഖുർആനു കുല്ലുഹു അത്തൗഹീദ്, ഖുർആൻ എല്ലാം തൗഹീദ് ഐത്തിക്കറ്. ഒന്നാ ഖുർആനിൽ തൗഹീദ് ജീവനത്തിൽ പാലനാക്കരെ വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനാക്കിണ്ടായെങ്കിൽ അതല്ലെങ്കിൽ തൗഹീദിന്റെ ഓപ്പോസിറ്റ് ആയോ ഷിർക്കിനെ താക്കീദ് ഐത്തിക്കറ് അല്ലാഹു ഖുർആനിൽ ചൊല്ലു. ഒന്നാ തൗഹീദ് ജീവനത്തിൽ പാലനാക്കിയ ചരിത്ര പാലനാക്രങ്ങളെ ചരിത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായ മുശ്രിക്കുമാരുടെ ചരിത്ര ഐത്തിക്കർ അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചിരി. ഒന്നാ തൗഹീദ് ഉൾക്കൊള്ളുരെ ഒരു മുഅ്മിന്റെ അമൽ എങ്ങനെ ഇക്കணும் ചൊന്തു വിശദീകരിക്കുന്നുണ്ടായെങ്കിൽ അതല്ലെങ്കിൽ മുശ്രിക്കുമാരോ അമൽ എങ്ങനെ ഇക്കറ് അതിൽ നിന്ന് വിട്ടു നിൽക്കണം ചൊല്ലറെ വിഷയത്തിക്കർ അല്ലാഹു ഖുർആനിൽ ചൊല്ലു. തൗഹീദ് പാലനാക്കര ഒരു മുഅ്മിനുക്ക് കിട്ടുന്ന പ്രതിഫല എന്തിനെന്ന് വിശദീകരിക്കുന്നതോടെ മുശ്രിക്കുമാർക്ക് കിട്ടുക പോണ്ടതായ ശിക്ഷ എന്തിനെ ചൊല്ലതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുക. ഇങ്ങനെ മൊത്തത്തിൽ ടോട്ടലാക്കി നോക്കിരെങ്കിൽ അൽ ഖുർആനു കുല്ലുഹു അത്തൗഹീദ്, ഖുർആൻ എല്ലാം തൗഹീദ് ഐത്തിക്കറ് ചൊല്ലാൻ നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവും. ഒരാൾ തൗഹീദ് ഉള്ളവനാവരെപ്പ മൂന്ന് വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആലരെ അവന് വർത്തനെ ആക്കുമ്പോ ഐത്തിക്കറ് ഒരാൾ മുവഹിദ് അവരെ തൗഹീദ് ഉള്ളവനാവരെ. മൂന്ന് വിഷയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല വർത്തനെ ചൊന്ത അവൻ അംഗീകരിക്കണം. അവന്റെ മനസ്സിലും അവന്റെ ജീവനത്തിലും അവന്റെ അമലിലും എല്ലാ രീതിയിലും മൂന്ന് വിഷയത്തിൽ അല്ലാഹു വർത്തനെ അല്ലാഹുക്ക് ശരീക്കായിട്ട് വേറെ ആരുമില്ല ചൊന്ത അംഗീകരിക്കുന്നതോടെ ഐത്തിക്കറ് തൗഹീദ് ഉള്ളവന് ചൊന്ത അവനുക്ക് മനസ്സിലാക്കുക. അവര് ഏതാ മൂന്ന് വിഷയ ഉലമാക്കന്മാർ വിശദീകരിക്കാർ. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയത്തിൽ അല്ലാഹു മാത്രമേ ഉള്ളേ, അത് ഞങ്ങൾ അംഗീകരിക്കണായത് ഐത്തിക്കറ്. എന്താ റുബൂബിയ? അള്ളാഹുക്ക് മാത്ര ആക്കുകയുടെ പ്രവൃത്തി അത് അള്ളാഹുക്ക് മാത്രം ഉള്ളതേറ്റിക്കറ്, വേറെ ഒരാൾക്കും സാധ്യല്ല. ഉദാഹരണക്ക് സൃഷ്ടിക്കറവണാറ് അള്ളാഹു മാത്ര, മല തണ്ടവണാറ് അള്ളാഹു മാത്ര, റിസ്ക് തണ്ടവണാറ് അള്ളാഹു മാത്ര, സൂര്യരെ ഉദിപ്പിக்கிறവരും സൂര്യരെ അസ്തമിപ്പിக்கிறവണാറ് അള്ളാഹു മാത്ര, ഈ ദുനിയാവ് എല്ലാം കൺട്രോൾ ആക്കി ഉള്ളവണാറ് അള്ളാഹു മാത്ര. അപ്പൊ അള്ളാഹുടെ പ്രവൃത്തി അള്ളാഹുടെ അമല് അത് അള്ളാഹു മാത്രമേ ഉള്ളു, വേറെ ഒരാൾക്കും അതിൽ ശരീക്കില്ല.
ചുരുക്കി ചൊല്ലുറെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പുറത്തെ നങ്ക് തന്റെ എന്തെല്ലാം അതെല്ലാം അള്ളാഹു മാത്ര, വേറെ ഒരാളും അതിൽ ഒരാളും ശരിക്കില്ല. ഇത് മക്കാ മുശ്രിക്കുമാർ അംഗീകരിച്ച ഒരു വിഷയത്തിക്ക് മക്കാ മുശ്രിക്കുമാർ ഒട്ടിയ സമയത്തെ വലഇൻ സഅൽതഹും നബിയെ നിങ്ങളൊട്ടി കേട്ടെങ്കിൽ മൻ ഖലഖ സമാവാതി വൽ അർദ് ആകാശഭൂമിയിൽ ഉണ്ടാക്കിയ ആറുണ്ടി കേട്ടെങ്കിൽ ഫസയഖൂലൂന അല്ലാഹ് അങ്ങ ചൊല്ലുறார் അല്ലാഹു ചൊല്ലുறது അങ്ങ വിളിച്ച് ദുആർക്കറതായ ലാത്തമ ഉസ്സമ മനാത്തമ അങ്ങ പേര് ചൊല്ലുല്ല ആകാശഭൂമിയുടെ റബ്ബാറ് കേട്ടെങ്കിൽ അങ്ങ് അല്ലാഹുണ്ട് ചൊന്നോ ഇന്നങ്ങ അതിൽ അങ്ങ് തെറു തപ്പി പോയിട്ടില്ല. പിന്നെന്തേ രണ്ടാമത്തെ വിഷയ അതും അല്ലാഹു മാത്രം ഞങ്ങൾ അംഗീകരിക്കറോടെ തിക്ർ തൗഹീദിലെ രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ മനസ്സിലാക്കുള്ളത് തൗഹീദുൽ ഉലൂഹിയ, ഇലാഹ് അല്ലാഹു മാത്ര ചൊന്ത് അംഗീകരിക്കണം. നന്റെ ഏതൊരു ഇബാദത്തും അല്ലാഹു മാത്ര നാ വെച്ചു കൊടുക്കറേ. ഇബാദത്തിന്റെ ഒരു അംശ സമയത്ത് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നാ കൊടുക്കില്ല. ദുആർക്കരെങ്കിൽ അല്ലാഹുരൊട്ടിಗೆ മാത്ര ദുആർക്കറേ, സുജൂദ് ഇടರೆങ്കിൽ അല്ലാഹുರ ಎದುರು ಮಾತ್ರ ಸುಜೂದ್ ಇಡ್ರಿ, നേർച്ച ബൈക്കರೆങ്കിൽ അല്ലാഹുಗೆ വേണ്ടി മാത്ര നേർച്ച ബൈക്കറേ, തവക്കുൽ ആക്കರೆങ്കിൽ അല്ലാഹുರ ಮೇಲೆ മാത്ര തവക്കുൽ ആക്കറേ. മനസ്സിലെ ഉൽഗത്തിൽ പേടിക്കരണ്ടായെങ്കിൽ അല്ലാഹുരെ മാത്ര നാ പേടിക്കറേ. ഇങ്ങനെ ഇബാദത്തിലെ എല്ലാ അംശം അല്ലാഹുಗೆ മാത്ര വെച്ചു കൊടുക്കറേ. അതേറ്റിക്കർ അല്ലാഹുരെ ഇലാഹായിട്ട് ഞങ്ങൾ അംഗീകരിക്കരേ ചൊന്നെങ്കിൽ ഇത് മക്കാ മുശ്രിക്കുമാർ അംഗീകരിച്ചില്ല. ഇത് മക്കാ മുശ്രിക്കുമാർ അതിനെ വിരോധിച്ചാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തൊട്ടിಗೆ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട് ഒരു ഇലാഹ ഇല്ല എന്ന് ചൊന്നു കൊടുത്തപ്പ അജഅലൽ ആലിഹത ഇലാഹ വാഹിദ എല്ലാ ഇലാഹുമാരും ഒരേ ഇലാഹ ആക്രമണീന് ചൊന്ത് അങ്ങ് റിട്ടേൺ കേട്ടാർ. അപ്പൊ ഇലാഹ് ആക്രമോട് അല്ലാഹുരെ മാത്രമേ ഞങ്ങൾ ഇലാഹാക്കണം. അതേറ്റിക്കര് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗ. മൂന്നാമത്തെ ഭാഗ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അല്ലാഹുരെ പേരും അല്ലാഹുരെ സിഫത്തും അത് അല്ലാഹുക്ക് മാത്രം ഉള്ളതേറ്റിക്കര്, അതിൽ ഒരാളും ശരീക്കില്ല. അൽ അലീം എല്ലാം അറിയണം അല്ലാഹു മാത്ര, അസ്സമീ എല്ലാം കേൾക്കറവൻ അല്ലാഹു മാത്ര, അൽ ബസീർ എല്ലാം കാണവൻ അല്ലാഹു മാത്ര, അസ്സമീഉ ദുആ കേൾക്കറവൻ അല്ലാഹു മാത്ര. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷയത്തിൽ എന്തെല്ല പേര് എന്തെല്ല സിഫത്ത് ചൊന്നറാണ് അതിൽ ഒരാൾക്കും ശരീക്കില്ല. ലോകത്ത് ഏത് മൂലലും ഏത് കോണിലും വിളിച്ച് ദുആർന്നെങ്കും അല്ലാഹുകല്ലാണ്ട് വേറെ ഒരാൾക്കും കേൾക്കില്ല. കാരണം അസ്സമീ അല്ലാഹു മാത്രമേ തിക്ര. ലോകത്ത് ആറ് മരണപ്പെട്ടെങ്കും ഈ ദുനിയാവുടെ കണക്ഷൻ അങ്ങളിൽ നിന്ന് തിന്ത് പിന്നെ ദുനിയാവിലുള്ളത് അങ്ങ് അറിയില്ല. എല്ലാം ദുനിയാവിലുള്ള ഓരോ കാര്യം അറിയണം അല്ലാഹു മാത്ര, അൽ അലീം അല്ലാഹു മാത്ര. ഇങ്ങനെ അസ്മാഉ സിഫാത്ത് അല്ലാഹുക്ക് മാത്രം വെച്ചു കൊടുക്കുമ്പോ ഈ മൂന്ന് കാര്യ കൃത്യമായിട്ട് അല്ലാഹുക്ക് വെച്ചു കൊടുക്കുമ്പോ ഇത്തിക്കറ് ഔണൈത്തിക്കറ മുവഹിദായവണു ഔണൈത്തിക്കറ തൗഹീദുള്ളവണു ചൊല്ലുற വിഷയത്തിക്കറ് ഞാൻ ഗൗരവമായിട്ട് മനസ്സിലാക്കുള്ളേ. ഈ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഒരാൾ ജീവിച്ചിട്ടായെങ്കിൽ ദഖലൽ ജന്ന അവൻ സ്വർഗത്തുക്ക് പോണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിക്കറാണ് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തുക്ക് പോണ്ട. വമൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. അല്ലാഹു അല്ലാത്തങ്ങളെ വിളിച്ച് ദുആർന്നിട്ട് അല്ലാഹുക്ക് പാർട്ണറാക്കി വെച്ചിട്ട് വർത്ത ജീവിക്കറവനുണ്ടായെങ്കിൽ ദഖലൻ നാർ അവൻ നരകത്തുക്ക് പോണ്ടവൻ എത്തിക്കറ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി തണ്ടത് കാണും. ഈ തൗഹീദ് ഉൾക്കൊള്ളുകയും ഈ തൗഹീദ് അംഗീകരിക്കുകയും അല്ലാഹുരെ മാത്രം വിളിച്ച് ദുആർക്കണം ചൊല്ലുക എത്തിക്കറ് ലോകത്തുള്ള എല്ലാ അംബിയ മുർസലീങ്ങളും കടന്നു വന്നരെ ചൊല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മെസ്സേജ് പാസ്സാക്കുക എത്തിക്കറ് ലാക്ക് കണക്കിലുള്ള നബിമാരെ അല്ലാഹു സുബ്ഹാനഹു തആല കടുത്തിരെ ചൊല്ലുന്ന വിഷയം ഞങ്ങൾ മനസ്സിലാക്കും. ഈ ദുനിയാവുരെ വിവിധ ഭാഗത്തുക്ക് മൂലക്ക് എവിടെയുള്ള മനുഷ്യന്മാർ ജീവിക്കാറ് അവിടെ എല്ലാത്തുക്കും വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹത്തുക്കും നബിയെ നിങ്ങൾക്ക് മുന്നിൽ കടന്നു വന്ന എല്ലാ സമൂഹത്തൊട്ടിക്കും അല്ലാഹുരെ മാത്രം വിളിച്ച് ദുആർക്കണു, താഗൂത്തിനെ നിങ്ങൾ ബൽച്ചെറിയണം ചൊന്നു കൊടുക്കുക ഇട്ടിക്കറ് എല്ലാ നബിമാരും നാ കടുത്തിരെ ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറ. എല്ലാ അംബിയ മുർസലിങ്ങും കടന്നു വന്നരെ അല്ലാഹുരെ മാത്രം വിളിച്ച് ദുആർക്കണു ചൊല്ലുക ഇത്തിക്കറ്. ഖബർ കെട്ടിപ്പൊക്കുക, അല്ലാഹു അല്ലാത്തങ്ങളെ വിളിച്ച് ദുആർക്കുക, അല്ലാഹു അല്ലാത്തങ്ങൾക്ക് നേർച്ച കൊടുക്കുക, ഖബറിലുള്ള ആൾമാരൊട്ടിಗೆ പോയിട്ട് അങ്ങനെ എതിർಲು ദുആർന്നിട്ട് അങ്ങനൊട്ടിಗೆ ಸಂಗಡ ചൊന്തു ഞങ്ങളെ കഷ്ട നഷ്ടത്തെ അങ്ങനെ എതിർಲು ചൊന്തു അങ്ങനെ ഖേദ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരു നബിമാരും ആക്കിത്ത
ಅದು ಪಡಿಪಾಡಿತ್ತುಮಿಲ್ಲ ಚೊಲ್ಡದೈಟಿಕ್ರ ನಂಗೆ ಕಾಣು ಸಾಧ್ಯ ಅವ್ರಿ. ನೂಹ್ ನಬಿ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಂ ತಂದೆ ಸಮೂಹತ್ತೊಟ್ಟಿಗೆ ಬಂತು ಚೊಂದೆಂದ್ರಿ ವಲಕದ್ ಅರ್ಸಲ್ನಾ ನೂಹನ್ ಇಲಾ ಕೌಮಿಹಿ ಇನ್ನೀ ಲಕುಂ ನದೀರುಂ ಮುಬೀನ್ ಅಲ್ಲಾ ತಅಬುದು ಇಲ್ಲಲ್ಲಾಹ್. സൂറത്ത് ഹൂദ് 25-26 ആയത്തിൽ നമുക്ക് കാണും. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ അയാളുടെ സമൂഹത്തിക്ക് കടത്തിയപ്പ നൂഹ് നബി ചൊന്ന പൽക്കൈത്തിക്കരെಂದ್ರೆ അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളും നിങ്ങൾ വിളിച്ചു ദ്വാർക്ക് കൂത്തീരാ. ആറുട്ടിಗೆ ചൊന്നറി ഇത് വദ് സുവാ യഗൂസ് യഊഖ് നസ്ർ ഈ 5 ഔലിയാക്കന്മാരെ ഖബർ വൈത്തികെട്ടിട്ട് ജാറാക്കിട്ട് വിളിച്ചു ദ്വാർന്നു ഇന്നങ്ങളൊട്ടിಗೆ എത്തിക്കറ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പൽക്ക ಬಂತು ചൊല്ലറി. ഏതുപോലെ കൂറത്തങ്ങ മറിച്ചപ്പ നിങ്ങൾ ഖബർ കെട്ടി വൈത്തിയാറ അതേപോലെ നൂഹ് നബിയുടെ കൗമും ആ 5 മഹാന്മാരുടെ ഖബർ വൈത്തി കെട്ടിന്നാർ, അങ്ങ ജാറാക്കിന്നാർ, അതിലൊട്ടി വിളിച്ചു ദ്വാർന്നു ഇന്നാർ. ആ സമൂഹത്തൊട്ടിಗೆ എത്തിക്കറ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ಬಂದು ചൊല്ലറി ഇങ്ങല്ല നിങ്ങളെ ഇല ഇങ്ങല്ല ഇങ്ങളൊട്ടിಗೆ അല്ല നിങ്ങൾ ദ്വാർക്കൊനായി ഈ ഖബർ വെച്ച് ഈ ഖബറെ വൈത്തി കെട്ടുന്നതല്ല ഇസ്ലാം. അള്ളാഹുരെ മാത്രം വിളിച്ചു ദ്വാർക്കറോടെ എത്തിക്കറ് ഇസ്ലാമുല്ലേ ചൊല്ലறது. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തൊട്ടിಗೆ ചൊല്ലறது നമുക്ക് കാണൂ സാധ്യവും അല്ലേ. ആ ആൾമാര് അങ്ങ മരിച്ചുപോയ ആ വദ് സുവാ യഗൂസ് യഊഖ് നസ്ർ ഈ 5 മഹാന്മാർ എത്തിനാർ, ഔലിയാക്കന്മാർ എത്തിനാർ, സാധാരണ ആൾമാരല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തെ വിശദീകരിച്ചിട്ട് സൂറത്തു നൂഹ് ആയത്തെ വിശദീകരിച്ചിട്ട് ചൊല്ലறது കാണ്ട് അങ്ങ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ഔലിയാക്കന്മാർ എത്തിനാർ. അങ്ങ മറിച്ചപ്പ അങ്ങനെ ഖബർ വൈത്തി കെട്ടിയാർ. അതേറ്റിക്കറ് ദുനിയാവുലു ഫസ്റ്റ് ಬಂದದಾയ ಶಿರ್ಕ್, ദുനിയാവുലു ഫസ്റ്റ് കടന്നു വന്ന ಶಿರ್ಕ್ ಅಂದ್ರೆ അതെ മരിച്ചുപോയെങ്ങനെ ഖബർ വൈത്തി കെട്ടിയത് ചൊല്ലறതേറ്റിക്കറ്. ആ ഇബ്ലീസ് അണ്ടത്തെ ഇബ്ലീസ് ഇണ്ടുമില്ലേ അല്ലേ, ആ അണ്ടത്തെ അങ്ങനൊട്ടിക്ക് അവൻ ആക്കുപാട്ടിയ ഖബർ വൈത്തി കെട്ടുപാട്ടിയ ഉണ്ട്, നിങ്ങളൊട്ടിക്ക് അതേപോലെ ആക്കുപാട്ടിയ ഉള്ള അല്ലേ. ആ ആൾമാരൊട്ടിಗೆ എത്തിക്കറ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ അള്ളാഹുരെ മാത്രം വിളിച്ച് ദ്വാർക്കൊന്നും ചൊന്നറി. അങ്ങനൊട്ടിಗೆ എത്തിക്കറ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ ആക്കരുത് സമല്ലാണ്ട് ചൊന്നി. അപ്പ ആ സമൂഹ നൂഹ് നബിയൊട്ടിಗೆ എന്തൊരു ചൊന്നി അല്ലേ, നൂഹ് നബിയൊട്ടിಗೆ ആ കൗം എന്തൊരു പൽക്ക പറഞ്ഞ് അങ്ങ് ദൂരി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് അടിച്ച് കല്ലെറിഞ്ഞ് ഇതേറ്റിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണൂ സാധ്യവരെ. നീന് കല്ല, അതേപോലെ നീന് കളവ് ചൊല്ലറവನು, പിറാന്ത, തെരുതപ്പിയവನು, ഇങ്ങനെയെല്ലാം ഇത് വെറുതെ ചൊല്ലறது. ഖുർആൻ നമുക്ക് പഠിപ്പാട്ടിയതിന്റെ കാര്യം എത്തിക്കറ്. എങ്ങനെ മുന്നത്തെ കൂറത്തങ്ങളുടെ ആ വീഡിയോ വൈറലായപ്പോ അതിലെ കമന്റ് ബോക്സിൽ എന്തെല്ലാം പറഞ്ഞാർ, കല്ല പിറാന്ത അത് ഇതുണ്ടല്ല പറഞ്ഞാർ. ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊട്ടിಗೆ ആ സമൂഹ എങ്ങനെ പറഞ്ഞാറ അതേപോലെ എത്തിക്കറ് നിങ്ങൾ പറഞ്ഞോല്ലേ, അതേപോലെ എത്തിക്കറ് റിട്ടേൺ നമുക്ക് തന്നോല്ലേ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പൈത്തെ എന്തേ ഞങ്ങ ഹക്കുലുള്ള അങ്ങാ ചൊല്ലறது, ഞങ്ങ നബിമാരെ ഫോളോ ആക്കറങ്ങാ ചൊല്ലறது, നബിമാരെ പാതിൽ ഞങ്ങ ഉള്ള ചൊല്ലறது അതൊരു ഗ്യാരണ്ടി ಐತೆ. ആ ഇത്തരത്തോളു ഞങ്ങൾക്ക് ദാവത്തിലൂടെ മിസ്റ്റേക്ക് ഉണ്ടാച്ചൊന്ന് ഞങ്ങൾ വിയർച്ചയുന്ന നിങ്ങൾ പറച്ചലും നിങ്ങൾ ഗോജലെല്ലാം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഗ്യാരണ്ടി അവിടെ ഞങ്ങ കുഗ്രങ്ങല്ല, ഞങ്ങൾക്കത് യാറ് ഗ്യാരണ്ടി അവിടെ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്ന പോലെ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, അതേ ആൾമാരെല്ലാം നിങ്ങൾ എതിർ കൂടിയോണ്ടാൽ നിങ്ങൾ അടിക്കോ വേണ്ടാർ. ഫസാദഹും ഈമാന, മുഅ്മിനുമാരുടെ ഈമാൻ ഗട്ടിയവരെ, മുഅ്മിനാരുടെ ഈമാൻ യാറവിടെ അങ്ങ ചൊല്ലറെന്തരേ തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുമയോ അങ്ങനെ ചൊല്ലറങ്ങ എത്തിക്കറാർനങ്ങ. അപ്പൊ അത് കഴിത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തങ്ങ അങ്ങ നൂഹ് നബിക്ക് പറഞ്ഞാർ. അതെ നോക്കൂ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലறது സൂറത്തു ആറാഫ് 60ാമത്തെ ആയത്ത്, ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ, ഏ നൂഹ നീ തെരുതപ്പിയങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്റെ കണ്ടുള്ള, നീ തെരുതപ്പി പോയിരേ. അതേപോലെ സൂറത്ത് ഹൂദ് 27ാമത്തെ ആയത്ത്, ബൽ നദുന്നുകും കാദിബീൻ, നീ കളവ് ചൊല്ലങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനെ എത്തിക്കറ. 23ാമത്തെ സൂറത്തിൽ 24ാമത്തെ ആയത്ത്, യുരീദു അൻ യതഫല്ലല അലൈക്കും, നീ ഞങ്ങളെതിരിൽ വലിയ ആളാവുക വണ്ടേൻ, നീ ഞങ്ങളെതിരിലു വലിയ ആളാവുക വണ്ടേൻ. അതേപോലെ 23ാമത്തെ ആയത്ത് സൂറത്തിലെ 25ാമത്തെ ആയത്ത്, ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന, നിക്ക് പിറാന്ത ഇരു ചൊന്ത അങ്ങ് ചൊന്നാർ. നൂഹ് നബിയൊട്ടിಗೆ ചൊന്ന പൽക്കൈത്തിക്കറി നീ പിറാന്താണ്. അപ്പൊ ഇങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങ ഗോജാക്കിട്ടും പറഞ്ഞിട്ടും എത്രത്തോളം ചൊന്നെങ്കിൽ ചരിത്രത്തിൽ കാണ്ട് എത്രമാപട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് കല്ലെറിഞ്ഞിട്ട് ആ കല്ലിനെ ചൊന്ത് ചോരൽ ഒൽഗിത്ത് ഔത്തുകു ಬಂದದುಂಟು നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഔത്തുകു ಬಂತು സമാധാനം ഉണ്ടാ ഇല്ല, പെഞ്ഞായി എതിർത്തു. ഇന്നാൽ
പെഞ്ഞായി ആ കൗമുൽ പെട്ടാളി തിന്നാൽ ഇങ്ങനെ കഷ്ടത്തിലും പ്രയാസത്തിലും ഈ ആദർശ ചൊന്നു ബന്നങ്ങ തിക്രാർ നബിമാർ അമ്പിയാക്കന്മാർ ചൊല്ലുന്നങ്ങ മനസ്സിലാക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആദർശ ചൊന്ന പേരിലല്ലേ ഇബ്രാഹിം നബിയെ വലിയൊരു തീകുണ്ടാരത്തിക്ക് ബലിച്ചെറിഞ്ഞ് നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയൊരു തീ ഉണ്ടാക്കിയിട്ട് ആ തീകുണ്ടാരത്തിക്ക് ബലിച്ചെറിഞ്ഞ് ഇബ്രാഹിം നബിക്ക് തീകുപൂലനായിട്ട് ബന്ത് ഈ ആദർശത്തെ പേരിൽ, ഈ തൗഹീദിന്റെ പേരിൽ. ജിബ്രീൽ അലൈഹിസ്സലാം ബന്ത് നിക്കെന്തരം സഹായ വേണാണ്ട് കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നെ അസ്ബി അല്ലാഹ്, നക്ക് നന്റെ റബ്ബുമയോ അള്ളാഹു നന്റെ സഹായാക്കര ചൊല്ലറതേറ്റിക്കറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലറ്. സ്വന്ത അബ്ബ സമയത്ത് ഇബ്രാഹിം നബിയൊട്ടിಗೆ ചൊന്നെಂದ್ರೆ യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഏ ഇബ്രാഹിം, നീ ഇത് മുണ്ട തെച്ചില്ല ಅಂತಾയെങ്കിൽ, ഇത് നീ നിപ്പാട്ടില്ല ಅಂತಾയെങ്കിൽ നിന്റെ കല്ലെറിഞ്ഞ് ആട്ടി ഓടുപാട്ട് വേണ്ട തിക്കറ് സ്വന്തം അബ്ബ സമയത്ത് ഇബ്രാഹിം നബിയൊട്ടിಗೆ ചൊന്നി. അങ്ങനെ കുത്തുവാക്കും അതേപോലെ ബാണ്ടാത്തെ പൽക്കും കേട്ടിട്ടേ തിക്കറ് അമ്പിയാക്കന്മാർ എല്ലാവരും ദാവത്താക്കിയ ചൊല്ല ഞങ്ങൾ മനസ്സിലാക്കും. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊട്ടിಗೆ ഈ ആദർശ ചൊന്നപ്പ ഹൂദ് നബിയൊട്ടിಗೆ അങ്ങനൊരു ചൊന്നി, ഇൻ നഖൂലു ഇല്ലാ അതറാക ബഅദു ആലിഹത്തിനാ ബിസ്സൂ. അതെ, ഞങ്ങളെ ആ ഇലാഹുമാരുടെ കുർത്തക്കേട് നിക്ക് തട്ടിയിട്ട് ഞങ്ങൾ വിചാരിക്കിற ഇന്ന് ചൊല്ലറ പൽക്ക, ഞങ്ങളെ ഔലിയാക്കന്മാരുടെ കുർത്തക്കേട് നിങ്ങക്ക് തട്ടറ്. അതേപോലത്തെ പൽക്കൈത്തിക്ക് ഹൂദ് നബിയൊട്ടിಗೆ ഹൂദ് നബിയുടെ സമൂഹത്തെ അങ്ങ് ചൊന്നി, ഞങ്ങളെ ഇലാഹുമാരുടെ കുർത്തക്കേട് നിക്ക് തട്ടിറ്. ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാത്തന്റെ ബല് ജായില് പിടിച്ചോണ്ടീന് ഹൂദ് നബിയൊട്ടിಗೆ ചൊന്ന പൽക്കൈത്തിക്കറ് ചൊന്നില്ലേ ഇത് അല്ലെ, ഇങ്ങ ചൊന്നില്ലേ ജാഹില് പടുജാഹില് ഇങ്ങനെയുള്ള ചൊന്തു. ഇത് മുശ്രിക്കുമാരുടെ ഒരു സ്വഭാവം എത്തിക്കറ്. അതായത് നബിമാർ ഓപ്പോസിറ്റ് ആക്കുക, ഈ ആദർശത്തെ ആദർശത്തിൽ പിടിച്ചു നിൽക്കുക ആവാത്തങ്ക് അങ്ങനെ ബായിൽ വേണ്ട പൽക്കൈത്തിക്കറ്. ഇതല്ല, ഇത് ഖുർആൻ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി തന്നത്. അങ്ങനെ ഒരു ബേജാറും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. ഇത് നിങ്ങൾ ജായിൽ പിടിച്ചങ്ങനെ ചൊന്ത് അങ്ങെന്താക്കിയാറ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊട്ടിಗೆ ചൊന്നാർ. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആദർശ ചൊന്നപ്പൈത്തിക്കറ് ഷുഐബ് നബിയൊട്ടിಗೆ ചൊന്നേ, വലൗല അറഹ്തുക ലറജംനാക്. നിന്റെ കുടുംബം ഇത്തില്ലാണ്ടായി നിന്റെ കല്ലെറിഞ്ഞ് ഓടുപാട്ട് വണങ്ങ അല്ലെ, നിന്റെ കുടുംബത്തെ അങ്ങോട്ട് ഉല്ലസബലൈത്തിക്കറ് നിന്റെ വെറുതെ വിട്ടറേ ഇല്ലാണ്ടായി നിന്റെ കല്ലെറിഞ്ഞ് ഓടുപാട്ടാണ്ടൈത്തിക്കറ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊട്ടിಗೆ ചൊന്നേ. സൂറത്തു യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം ചൊല്ലറ. സൂറത്തു യാസീൻ കാലം മയ്യത്തിരെ ദുർലു മാത്രം ഓതിട്ട് പരിചയമില്ലേ, ജീവനത്തിൽ ഓർക്കും അർത്ഥം ഓതിട്ടിക്കാല അല്ലെ. യാസീന്റെ ഒരു അർത്ഥം നിങ്ങൾ ഓർക്ക ഓതിരാത്താർ. ആ യാസീന്റെ അർത്ഥ അതിൽ ആ സൂറത്തു യാസീന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പാട്ടറ. അതായത് ഒരു സമൂഹത്തിക്ക് 2 നബിമാരെ അള്ളാഹു കടത്തരെ. അങ്ങനെ തൗഹീദ് വിളിക്കൂ, അള്ളാഹുറെ മുട്ട വിളിക്കൂ, ഔലിയാക്കന്മാരുടെ മുട്ട വിളിക്കുകല്ല, ജാര കെട്ടുപാട്ടുകല്ല, കബറ് വൈത്തി കെട്ടുപാട്ടുകല്ല, പിന്നെ അള്ളാഹുറെ മാത്രം വിളിച്ച് ദ്വാർക്കൊന്നും ചൊന്തു കൊടുക്കുക. ഇത്തിക്കറ് 2 നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമുകു കടത്തരെ. ആ 2 നബിമാരെ മങ്ങ കലവാക്കിയാർ. 3ാമത്തെ ഒരു നബി അങ്ക് കടത്തിത്ത്. ഈ 2 നബിമാരെ സപ്പോർട്ടായിട്ട് 3ാമത്തെ നബി അങ്ക് കടത്തിത്ത്. ആ 3ാമത്തെ നബി മങ്ങളൊട്ടിಗೆ ಬಂತು ದಾವತ್ತಾಕಿತ್ತು. ആ സമൂഹ നബിമാരൊട്ടിಗೆ ചൊന്നെಂದ್ರೆ ഇന്നാ തതയ്യർനാ ബിക്കും. ഞങ്ങളെ കുർത്തക്കേട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപശകുനം ഉണ്ടായിരു. ലഇൻ ലം തൻതഹു ലനർജുമന്നകും. നിങ്ങൾ ഇത് നിപ്പാട്ടില്ലാണ്ടായി നിങ്ങളെ കല്ലെറിഞ്ഞ് ആട്ടി ഓടുപാട്ടുക. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഞങ്ങളിൽ നിന്ന് കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാനായിട്ട് പണ്ട് ജാഗ്രത കൂറുണ്ടൈത്തിക്കറ് ആ സമൂഹ ഈ നബിമാരൊട്ടിಗೆ ചൊല്ലറ്. അപ്പൊ ആ സമൂഹത്തിൽ ആലോചനാക്കർ ഓർത്തിന്ന, ചിന്തനാക്കർ ഒരു സലഫിന്ന, അങ്ങനെ ചൊല്ല അല്ലേ അല്ലെ. ചിന്തനാക്കರೆ ബുദ്ധി ഉള്ളേ, ബുദ്ധി കൊടുത്തിട്ട് ആലോചനാക്കർ ഒരാളിന്ന. അവನು ಬಂತು ಓಡಿ ಬಂತ. ಅವನು ಚೊಲ್ರೆ ವಜಾ ರಜುಲು മിൻ അക്സൽ മദീനത്തി റജുലു യസ്ആ. ആ സമൂഹത്തിലുള്ള ഒരാൾ ഓടിയ വന്ന, ഈ സമൂഹത്തെ ഓടിയ ಬಂತು ചൊന്ന, ദാ നിങ്ങൾ ഈ നബിമാരെ നിങ്ങൾ ഫോളോ ആക്കോർ, ഈ നബിമാരെ ചൊല്ലത് സത്യത്തിക്കറ്. അങ്ങനെ നിങ്ങളൊട്ടിಗೆ എന്തും കേൾക്കില്ല, അങ്ങനെ നിങ്ങളൊട്ടിಗೆ എന്തും പൈസ വരുമാന അങ്ക് വേണ്ട, അങ്ങെന്തും നിങ്ങളൊട്ടിಗೆ കേൾക്കില്ല. അങ്ങ് സത്യത്തിലുള്ളങ്ങ നിങ്ങൾ അള്ളാഹുറെ മാത്രം വിളിച്ച് ദ്വാർക്കുറി ചൊന്തു. ആ സമൂഹത്തൊട്ടിಗೆ അവന് ചൊന്ന തഫ്സീറിൽ ഞങ്ങൾക്ക് കാണ്ട് ആ മനുഷ്യരങ്ങ കൊന്നുവിട്ടാർ. ഈ തൗഹീദ് ചൊന്ന പേരില്, ഈ ആദർശ ചൊന്ന പേരില് അവന്റെ കൊന്നുവിട്ടാറങ്ങ. എല്ലാവരും കൂടിയിട്ട് അവന്റെ കൊന്നുവിട്ടാർ. അങ്ങനെ കൊന്നിട്ടാൽ പിന്നെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖീല ദുഖുലിൽ ജന്ന, ദാ നീ സ്വർഗത്തിക്ക് പോമണേ. ആ ആളൊട്ടിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശ ചൊന്ന പേരില്
അങ്ങ കൊന്നിട്ടു ആ അവನು പരലോകത്തെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല അവണ്ടിട്ടിಗೆ சொல்ற பல்கை திக்ரு யுதுகுலுல் ஜன்னah நீ சொர்க்கத்துக்கு போ നിക്ക് സ്വർഗை திக்ரு ആ സന്ദർഭത്തിൽ സമയത്ത് ആ മനുഷ്യ ആഗ്രഹിക്കരെന്തേ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ അല്ലാഹുവേ നന്റെ ഖൗം ഇത് അറിഞ്ഞിട്ടിന്നെങ്കിൽ എത്ര നല്ലവാ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ നന്റെ അല്ലാഹു സുബ്ഹാനഹു തആല നന്റെ ആദരിച്ചതും നക്ക് മാഫാക്കി തന്നതും ഇത് നന്റെ സമൂഹ ഗൊന്തായിരെങ്കിൽ എത്ര നല്ലവാ ഇല്ല അർസ ഇല്ല കൊന്ന പേരിൽ അർസ ഇല്ല നന്റെ ഖൗം ഇത് മനസ്സിലാക്കട്ട് ഇത് അറിയട്ട് അങ്ങ് സ്വർഗത്തിക്ക് വരട്ട് ഈ ഒരു ആലോചന എത്തിക്കറ് ആ മനുഷ്യ ഉണ്ടായി ആ ഒരു ആ പിർസ എത്തിക്കറ് സഹോദരന്മാരെ ഞങ്ങൾക്ക് നിങ്ങളൊട്ടിಗೆ ഉള്ളി നീ എത്രയേ പറയോರು എത്രയേ ഗോജാക്കോರು ಎಂದ್ರೇ ಹಾಕೋರು ನಿങ്ങളൊಟ್ಟಿಗೆ ರಿಟರ್ನ್ ഒരു പർച്ചല് നിങ്ങൾക്ക് ರಿಟರ್ನ್ ഒരു ഗോജ നിങ്ങൾക്ക് ರಿಟರ್ನ್ അതേപോലത്തെ പൽക്ക ഞങ്ങളെ ബായിൽ വണ്ടില്ല കാരണം ഇതേറ്റിക്കറ് ആദർശ ഈ ആദർശത്തെ അമ്പിയാക്കന്മാരും ഞങ്ങളെ മുന്നോലത്തെ സലഫുമാറും ഇങ്ങനെ എത്തിക്കറ് ഞങ്ങൾക്ക് പഠിപ്പാട്ടിരി അങ്ങ് ഗൊന്തില്ല ಅಂತಾಕ್ರಿ ಇದಲ್ಲ മനസ്സിലാക്കാണ്ടാക്രി അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇത് തൗഹീദ് ചൊന്നു കൊടുക്കുകയും ആൽമാരൊട്ടിಗೆ ചൊന്നു കൊടുക്കുമ്പോൾ അതിൽ വേണ്ടതായ ഉപദ്രവത്തെ സബറെടുത്ത് ജീവിക്കുക എത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടിരി അങ്ങോട്ടിക്കുള്ള കരുണ എത്തിക്കർ ഞങ്ങൾക്ക് ഉണ്ടാവണായി ഈ ആദർശ ചൊന്ന പേരിൽ ഞങ്ങളെ മുന്നോലത്തെ സലഫുമാർ ಬಂದ ಕಷ್ಟ ಎಂದ್ರೆ ആ പ്രയാസം എന്തിരെ അല്ലേ നിങ്ങൾ നോക്കൊരു ഫിറഔന്റെ മോലെ ഖിദ്മത്ത് എടുത്തോ ഇന്ന ഒരു പെണിക മാഷിത്ത ചൊල්றே ഒരു പെണിങ്ങലെ ചരിത്ര ഞങ്ങൾക്ക് ഹദീസിൽ കാണാൻ സാധ്യം ഫിറഔന്റെ മോളുടെ ഖിദ്മത്ത് എടുത്തോ ഇന്ന ഒരു പെണിങ്ങ ആ പെണിങ്ങ ആ മോളുടെ മുടിമാരിയോ ഇക്കര സന്ദർഭത്തിൽ ഓർക്ക ചീപ്പ് കയ്യിൽ നിന്ന് കീൽ വീഴും ആ കീൽ പോന്നപ്പ ആ പെണിങ്ങ ബിസ്മില്ലാഹ് ചൊല്ലും ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ പേരിൽ അപ്പൊ ആ മോള് കേൾക്കുന്ന നന്റെ അബ്ബരമ നിങ്ങൾ ഉദ്ദേശിച്ച അല്ലാഹു ചൊന്ത് ഉദ്ദേശിച്ചാറേ നന്റെ അബ്ബരമ അല്ല നിന്റെ അബ്ബറും ഉണ്ടാക്കിയവനായ റബ്ബർത്തുള്ള നോക്കറ ആ ധൈര്യം എന്തിരെ ആ ആദർശം എന്തിരെ ഫിറൗനാറ് ആരെങ്കിലും അവനിಗೆ എതിരായിട്ട് ഓർത്ത എന്തേ ഒന്ന് പൽക്കറിഞ്ഞും ಬಿಡಿಲ್ಲ ಸ್ವಂತ പെഞ്ഞേരമേ ಬಿಟ್ಟಿಟ್ಲೆ ಸ್ವಂತ പെഞ്ഞേരമേ കൊന്നവನು അങ്ങനത്തെ ഈ പെണിങ്ങ ഒരു പേടിമില്ലാണ്ടെ ആദർശത്തെ തുറന്നു ചൊന്തതാ നിന്തും നണ്ടും നിന്റെ അബ്ബറും ഉണ്ടാക്കിയവനായ ഓർത്തുള്ള അവണ്ടേറ്റിക്കറ നാ ബിൽച്ചേ അപ്പൊ ആ മൂല് ചൊല്ല നാ നിന്റെ അബ്ബറൊട്ടിಗೆ ചൊല്றே ഇത് നിന്റെ അബ്ബറൊട്ടിಗೆ നിനക്ക് ചൊല്றேங்க ചൊല്ല അങ്ങനെ ഈ മൂല് ಬಂತು ഫിറഔനൊട്ടിಗೆ ಬಂತು ചൊല്றേ ഫിറഔನು ആ ഖിദ്മത്ത് എടുക്കற ആ പെണിങ്ങളെ ബിൽച്ചു ಬಂತು എതിർ നിപ്പാട്ടിട്ട് ഒക്ക നീ ഇങ്ങനെ ചൊന്നി നിന്റെ ആദർശം ഇതുവാ അതെ നന്റെ ആദർശം ഇത് ഞാൻ ഇതൈത്തിക്ക് ഉൾക്കൊള്ളുറേ അങ്ങനെ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കും നിന്റെ 5 മക്കളെയും തീകിട്ട് നാ കൊല്ലുറ നിന്റെ ആദർശത്തിൽ നിന്ന് നീ പെറുജാറില്ല ಅಂತಾಯಿ അങ്ങനെ ആ ഉമ്മർ എതിർಲು നിപ്പാട്രെ തീരെ എതിർಲು നിപ്പാട്രെ ആ മക്കളെ 5 മക്കിಂತ 5 മക്കളെ ഓരോ മക്കളും തീരെ ഉൾഗത്തികിടുമ്പോ തീരെ ഗുണ്ടാരത്തിക്ക് ഇരുമ്പത്തുകും നിന്റെ ആദർശത്തെ നീ പെറുജാറി ಅಂತ കേട്ടിട്ട് അങ്ങനെ ഓരോ മക്കം തീകു പോലുമ്പത്തുകു ഇല്ല നന്റെ ആദർശത്തിൽ നിന്ന് നാ പെറുജാറില്ല അല്ലാഹുവരെ മാത്രം വിളിച്ച് ദുആർക്കൃതൈത്തിക്കറ നന്റെ ആദർശ അതിൽ നിന്ന് ഓർക്കും പെറുജാറ് കണക്കില്ല അങ്ങനെ 4 മക്കം മരണപ്പെട്ടിട്ട് ലാസ്റ്റ് കയ്യിലിന്നെ കുഞ്ഞി ആ മുലപ്പാല് കുടിക്കുന്ന ആ ഒരു ചെറിയ കിടാവുറെ പിടിച്ചിട്ട് വലിച്ചെടുത്തിട്ട് ആ തീക്കുണ്ടാരത്തിക്ക് ഇടവുമ്പത്തുകു അയ്മരെ ഈമാന് തെല്ല് ബെർന്നിട്ട് ആ ഉമ്മക് ആ കിടാവുറെ തീകുണ്ടാരത്തിക്ക് ഇടുമ്പത്തുകു ഏതൊരു ഉമ്മകും ചെറിയൊരു ബെർക്കര് അങ്ങനെ ആ ഉമ്മരെ മനസ്സ് പെടഞ്ഞപ്പ ആ ഉമ്മരെ മനസ്സ് ബെർന്നപ്പ ആ കിടാവു അല്ലാഹുവിന്റെ മുഅ്ജിസത്ത് പ്രകാരം പൽക്കബർരെ ഉമ്മ നിങ്ങൾ നേരിലുള്ളാർ നിങ്ങൾ പേടിക്കണ്ട ഈ ശിക്ഷ ചൊല്றது അല്ലാഹുവിന്റെ ശിക്ഷയുടെ ദുർലി എന്തുമല്ല നിങ്ങൾ പേടിക്കണ്ട ചൊന്ത ആ കിടാവു ധൈര്യം കൊടുക്കര് അങ്ങനെ ആ കിടാവുരം തീകിട്ടിട്ട് അവളും തീകിട്ടിട്ട് ഫിറൗന് കത്തുപാട്ടി പുട്ടാണ്ട് എത്തിക്കര് ചരിത്രത്തിൽ നമുക്ക് കാണും ഈ ആദർശ അതേറ്റിക്കറ് നാ ചൊന്നി ഈ ആദർശ തീല് പറഞ്ഞ ആദർശ എത്തിക്കര് ഒരു വെയിൽ കാണുമ്പോഴത്തേക്ക് ബാഡ്രതല്ല ഇത് അതെ ഒരു വെയിൽ കാണുമ്പോഴത്തേക്ക് ബാഡ്രതല്ല അല്ലേ വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദ് വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാർ ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്ര പഠിച്ചങ്ങൈത്തിക്കറന്നങ്ങ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്ര അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പാട്ടിದಂತ യമന്റെ രാജാവ് ആ സമൂഹ ഇടി തൗഹീദ് വന്നപ്പ വലിയ ഒരു തീരെ ഗുണ്ടി ഉണ്ടാക്കിയിട്ട് വലിയ ഒരു തീരെ കെന ഉണ്ടാക്കിയിട്ട് ആ കെന്തെ ചുറ്റിലും അങ്ങനെ ദപ്പാട്ടിട്ട് നിന്റെ ആദർശത്തെ നീ പെറുജാറേ ചൊന്തു കേട്ടപ്പ 6 പെറുജാറില്ലമ അങ്ങനെ ആ തീഗ് വലിച്ചെറിഞ്ഞോ ഇന്ന വലിച്ചെറിഞ്ഞിട്ട്
ഇതേപോലെ ഒരു ഉമ്മം ഒരു കിടാവുരം ഇങ്ങനെ ബൽച്ചരുടെ സന്ദർഭത്തില് ആ ഉമ്മ പെറൂജാറിന്റെ സന്ദർഭത്തില് ആ കിടാവും ചരിത്രത്തിൽ പൽക്ക പറഞ്ഞത് ആ കിടാവ് ഉമ്മറൊട്ടിക്ക് ചൊല്ലു ഇസ്ബിരി അന്തിയ ഉമ്മ അന്തി അലൽ ഹഖ് നിങ്ങ ഹക്കുലുള്ള നിങ്ങ സ്വബറെടുക്കരുത് നിങ്ങൾ പേടിക്കണ്ട ചൊന്ത ആ കിടാവ് ഉമ്മക്ക് ധൈര്യം കൊടുക്കരുതേത്തേക്കർ അങ്ങനെ ആ കിടാവരും ആ ഉമ്മറും അവൻ തീകിട്ട് കത്തുപാട്ടി മുട്ടാണ്ടേത്തേക്കര് ചരിത്രത്തിൽ നമുക്ക് കാണ്ട് ഇങ്ങനെ ഈ ആദർശത്തിക്ക് വേണ്ടി പോരാടിയങ്ങ ഈ ആദർശത്തിക്ക് വേണ്ടിട്ട് സ്വന്ത ജീവത്തെ ത്യാഗാക്കിയങ്ങ ഞങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യ അവർ ഒന്നേത്തിക്കര് അല്ലേ നോക്കൂ നിങ്ങ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹു യജമാന ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയത്തിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പ ആ ബിലാൽ റളിയല്ലാഹു അൻഹുരെ എല്ലാ തടിരെ ഡ്രസ് ഊരിട്ട് നക്കമാക്കിത്ത് ആ മറുഭൂമിരെ അല്ലെ ബെയില് ചൂടുലു ആ ചൂടില് മറുഭൂമില് കെടുപ്പാട്ടിട്ട് നെഞ്ഞുക കല്ല് വെച്ചിട്ട് ബിലി ലാത്തരെ ബിലി ഉസ്സരെ ബിലി മനാത്തരെ അങ്ങനെ അങ്ങ ബീൽച്ചു ദ്വാർക്കർ ഔലിയാക്കന്മാരുടെ പേര് വിളിക്കു ചെന്നപ്പ അഹദുൻ അഹദ് അള്ളാഹു മാത്ര അള്ളാഹുരെ വിട്ടിട്ടു കലില്ല അള്ളാഹുരെ മാത്ര വിളിച്ചു ദ്വാർക്കരെ ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരാളെത്തിക്കർ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു അതേപോലെ ഖബ്ബാബ് ഖുബൈബ് മിസ്അബ് ഇബ്നു ഉമൈർ ഇങ്ങനെ സഹാബിമാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധ്യമായിട്ടുണ്ട് എത്ര സഹാബിമാർ ഇസ്ലാം കേട്ട് ത്യാഗാക്കിയങ്ങ അല്ല ജീമ കൊടുത്തങ്ങ അല്ലേ മുസൈലിമത്തുൽ കദ്ദാബ് ಕಲವು ಚೊಂತು ಪ್ರಚಾರಕ್ಕೆ ನಾ ನಬಿ ಚೊಂತು ಕಲವು ಚೊಂತು ಪ್ರಚಾರಕ್ಕೆ ಮುಸೈಲಿಮತುಲ್ ಕದ್ದಾಬ್ ನಾನು ನಬಿ ಚೊಂತು ವಾದಿച്ചു ಬಂದವನು ನಬಿರ ಕಾಲത്തിൽ ನಬಿರೆ ಲಾಸ್ಟ್ ಕಾಲಘಟ್ಟത്തിൽ ಅವನು ನಾ ನಬಿ ಚೊಂತು ವಾದಿച്ചു ಬಂದ ಅವನಿಗೂ ಲೆಟರ್ ಕಟ್ತಿತ್ತು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಆರ ಮುಖಾಂತರ ಹಬೀಬ್ ಇಬ್ನು ಝೈದ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಮುಖಾಂತರ ಹಬೀಬ್ ಇಬ್ನು ಝೈದ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಮುಸೈಲಿಮತುಲ್ ಕದ್ದಾಬ್ ಎದುರು പോയിട്ട് ആ ലെറ്റർ കൊടുക്കറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്ക് ലെറ്റർ തന്നത് അങ്ങനെ ലെറ്റർ എടുത്ത് ഓതുമ്പോ തൗഹീദ് ബിൽക്കിற സന്ദേശ എത്തിക്കർ അല്ലാഹുരെ മാത്രം ബിൽച്ചു ദുആർക്കൊന്നു ചൊല്ലുற സന്ദേശ എത്തിക്കർ ആ സന്ദർഭത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കേക്കറ് അതഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് മുഹമ്മദ് നബി അല്ലാഹുടെ റസൂൽ ഉണ്ട് നീ അംഗീകരിക്കരേ നീ വിശ്വസിക്കരേ നീ സാക്ഷി വയ്ക്കരേ നഅം അതെ മുഹമ്മദ് നബി അല്ലാഹുടെ റസൂൽ ഉണ്ട് നാ സാക്ഷി വയ്ക്കരേ പിന്നെ അവൻ കേക്കറ് അതഷ്ഹദു അന്നി റസൂലുള്ളാഹ് ഞാൻ അല്ലാഹുടെ റസൂൽ ഉണ്ട് നീ സാക്ഷി വയ്ക്കരേ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ചൊല്ലു അന അസ്മു ലാ അസ്മഉ നക്ക് കേക്കില്ല നീ എന്തിര ചൊന്നൂല്ലേ നക്ക് കേക്കില്ല പിന്നെ അവൻ കേക്കറ നീ മുഹമ്മദ് നബി അല്ലാഹുടെ റസൂൽ ഉണ്ട് അംഗീകരിക്കരേ അതെ നീ നാനുണ്ട് അല്ലാഹുടെ റസൂൽ നാണ് രണ്ട് നീ അല്ലാഹുടെ റസൂൽ ഉണ്ട് അംഗീകരിക്കരേ നക്ക് കേക്കില്ല അങ്ങനെ ഇത് റിപ്പീറ്റ് ആക്കിയപ്പോൾ അവനക്ക് അർസവന്ത് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുടെ തലപാർബാട്ടിട്ട് കൊന്നാണ്ടേത്തിക്കര് ചരിത്രത്തിൽ കാണും ഈ ആദർശത്തിക്ക് വേണ്ടി സഹാബിരംഗത്തെ ഉണ്ടായി സഹാബിരംഗ ബന്ന ത്യാഗേന്ദ്രി അങ്ങ ಬಂದದಾയ ತ್ಯಾಗಂದ್ರಿ ಆ ತ್ಯಾಗത്തെ ഒരു ಅಂಶ ഞങ്ങളുടെ ജീവനത്തിൽ ഇല്ലാണ്ടായെങ്കിൽ പിന്നെ നമുക്ക് എന്തിനുണ്ട് അല്ലേ ഇതല്ല ಅದರ ഒരു ഭാഗ ചൊന്ത് മാത്രമേ ഞങ്ങൾ വിചാരിക്കരുത് എന്തിരേ പറയರು എന്തിരേ ആക്കോರು അല്ലേ ಇಂಡುಗುತೋಳು ഒരു സുന്നിരെ സ്റ്റേജ് കല്ലെറിഞ്ഞിരാറ സലഫിരങ്ങ ചൊന്ത് ഒരു വാർത്ത നിങ്ങൾ കേട്ടതുണ്ട് ആരെങ്കിലും കേട്ടതുണ്ട് ಇಂಡುಗುತೋಳು അല്ലേ സലഫിരങ്ങ വന്ന് സുന്നി സെന്റർ ബന്ധാക്കിയാറ് ഇങ്ങനത്തെ ഒരു വാർത്ത ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല സലഫി സെന്റർ ബന്ധാക്കിയതും സലഫിരങ്ങളെ സ്റ്റേജ് കല്ലെറിഞ്ഞതും അതേപോലെ അങ്ങനെ പ്രോഗ്രാം ബെടുക്കാക്കിയത് എത്ര സംഭവം ഉണ്ട് ഞങ്ങളുടെ മുഞ്ഞാനത്തെ പോലെ ജോക്കട്ടൽ ഒരു സെന്റർ ബന്ധാക്കില്ലേ എന്നിട്ട് ഇത് ആദർശ ഞങ്ങൾക്ക് എന്തൊരു ധൈര്യ നിങ്ങൾ ഒരു ജന്നാൾ സ്പീച്ച് ആക്കിയ സാത്തക്ക് ഞങ്ങളെ ആദർശ ഒലുകി പോണ്ടതല്ല അത് ഒലുകി പോണ്ടത് അത് പാടുന്നതല്ല ഇത് തീല് വലിയ ആദർശ എത്തിക്ക് അത് ഓർക്കും ബെയിൽ പാടില്ല ചൊല്ലത് ഗൗരവമായിട്ട് മനസ്സിലാക്കും അപ്പൊ ഏതായെങ്കിലും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കരേ മുവഹിദായിട്ട് ജീവിക്കൂ ഞങ്ങൾ എപ്പം ശ്രദ്ധിക്കും ഇനി കൊറിയ വിഷയ ഈ കബറ് കെട്ടി വൈത്ര വിഷയ കൊറിയ വിഷയം ഞങ്ങൾ മനസ്സിലാക്കണായതേറ്റിക്ക് അല്ലേ പുറത്തങ്ങ മറിച്ചപ്പ കബറ് വൈത്തി കെട്ടിയാർ അത് എത്ര ദലീൽ നാ കേൾക്കറ നിങ്ങൾക്കാൽ ഇമാം ഷാഫി അംഗീകരിച്ച ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബ് പിൻപറ്റങ്ങമയോ ഷാഫി മദ്ഹബ് അംഗീകരിച്ചമ്മയോ കബറ് വൈത്തി കെട്ടരുത് നിങ്ങൾ പിന്നെ ജീവനത്തിൽ കബറ് വൈത്തി കെട്ടാൽ ஷாஃபி ஆல்மார் நாங்க ஷாஃபிர் ஆல்மார் நாங்க ஷாஃபி மதபு பின்பற்றங்க சொல்றங்க காலி பாய் வல்கத்துல மாத்திர நாங்க ஷாஃபிர் ஆல்மார் അല്ലേ ഇമാം ഷാഫിക്കും ഇങ്ക് ഒരു ബന്ധവും ഇല്ല നെയ്യപ്പിന്ന പോലെ നെയ്യപ്പ അപ്പ നെയ്യപ്പ ചൊല്ലുമ്പോ നെയ്യില്ലേ ഇല്ല അതിൽ അതേപോലത്തെ വിഷയ ഇമാം ഷാഫിയുടെ മദ്ഹബ്
ഇമാം ഷാഫിയെ എന്തേ ഒരു കാര്യം നിങ്ങൾ എടുക്കാറ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ചൊന്നതിൽ 90% നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾ സലഫി അവിടെ 90% സലഫി അവിടെ, പിന്നെ ഒരു 10% ഉള്ളി അല്ലേ? അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിൽ എന്തൊരു ചൊന്നറി, ഖബർ വൈത്തികെട്ട വിഷയത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എന്തൊരു ചൊന്നറി, അയാളുടെ മദ്ഹബിൽ എന്തൊരു നിങ്ങൾക്ക് കാണണ്ടേ, അയാളുടെ അഭിപ്രായത്തിൽ എന്തൊരു നിങ്ങൾക്ക് കാണണ്ടേ? ഇമാം ഷാഫി മദ്ഹബ്, ഇമാം ഷാഫി റഹിമഹുല്ലാ ജാരെ വൈത്തികെട്ടു ചൊന്ത ഒരാൾ മർച്ചന്റ് ആയെങ്കിൽ അയാളുടെ ഖബർ വൈത്തികെട്ടണു, അവിടെ എന്തൊരു തൈബിക്കണു, അവിടെ പച്ച പുതപ്പിടണു, അതേപോലെ അവിടെ ചിമ്നന്നെ ബീത്തോണു, ഇത് എന്തൊരു ചിമ്നി കത്തുപാട്ടണു, അതേപോലെ കാസിടണു, ഇങ്ങനെയുള്ള ചൊന്നത് എവിടെ ഇമാം ഷാഫി ചൊന്നത് നമുക്ക് കാണും സാധ്യമുണ്ട? സാധ്യമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായത്തിൽ ഖബർ വൈത്തികെട്ട വിഷയം എന്തേ നോക്കൂ, ഒരു ഹദീസ് സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നതായി ഒരു ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണ്ട് അബൂൽ അയ്യാജ് അൽ അസദി റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ല ഖാല ലി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ಅಬುಲ್ ಹಯ್ಯಾಜ್ ರಹ್ಮಹುಲ್ಲಾ ಚೊಲ್ರಿ ನನ್ನೊಟ್ಟಿಗೆ ಅಲಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಚೊಂತು ಅಲಾ ಅಬ್ಅಸುಕ ಅಲಾ ಮಾ ಬಅಸನಿ ಅಲೈಹಿ ರಸೂಲುಲ್ಲಾಹಿ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഏതൊരു വിഷയത്തിക്ക് കടത്തിര ആ വിഷയത്തിക്ക് ഞാൻ നിങ്ങളെ കടത്തട്ട എന്തൊരു നബി ഞങ്ങളെ കടത്തിര അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഒരു കെട്ടി ഉയർത്തപ്പെട്ട കബറും അതിനെ സമാക്കാണ്ട് നിങ്ങൾ വിടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനൊട്ടിಗೆ ചൊന്നത്, അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് റഹ്മഹുല്ലാഹുവിനൊട്ടിಗೆ ചൊല്றது നമുക്ക് കാണാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ക്ലിയർ ആയിട്ട് ഖബർ വൈത്തി കെട്ടുறது ഇസ്ലാമിൽ ഇല്ല ചൊല്றது. ഇത് അലവി സഖാഫിനൊട്ടിಗೆ കേട്ടപ്പോ അലവി സഖാഫി എന്തൊരു ചൊന്നി, അത് മുശ്രിക്കുമാരുടെ ഖബറിന്റെ വിഷയത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെ മുശ്രിക്കുമാരുടെ ഖബർ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ചൊന്നത് മുശ്രിക്കുമാരുടെ ഖബറിന്റെ വിചാരിക്കാം. അലി റളിയല്ലാഹു അൻഹു അബൂ അയ്യാജിനൊട്ടിಗೆ ചൊന്നത് ഏത് മുശ്രിക്കുമാരുടെ ഖബറ. സ്വന്തം അഭിപ്രായമായിട്ട് എന്തെല്ലാം ചൊന്നും കാറില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഞാൻ ഇപ്പൊ ചൊന്ന ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഷാഫി മദ്ഹബുകാരനായ ഇമാം നബവി റഹ്മഹുല്ലാഹ് ചൊല്ലുന്നത് നോക്കൂ, ഫീഹി അന്ന സുന്നത അന്നൽ ഖബ്റ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറ വലാ യുസന്നം. അതെ, സുന്നത്തെ ഇട്ടിക്കർ എന്തേ ഖബർ വൈത്തി കെട്ടരുതുണ്ടല്ല, സുന്നത്തെ ഇട്ടിക്കർ. ഈ ഹദീസിൽ നമുക്ക് കാണ്ട് സുന്നത്തെ ഇട്ടിക്കർ അന്നൽ ഖബ്റ ലാ യുർഫഉ അലൽ അർള്, ഭൂമിയിൽ നിന്ന് ഖബർ വൈത്തി കെട്ടുത്തീറ, റഫ്അൻ കസീറ ചമ്മ വൈത്തി കെട്ടുത്തീറ, വലാ യുസന്നം അതിൽ കുബ്ബ് ഉണ്ടാക്കുകയും തീറ, ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ ഒരു ചാണ് മാത്രം എത്തിക്കുന്നു വൈത്തുനായേ തീന്തില്ല. വഹാദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു, ഇതൈതിക്കർ മദ്ഹബു ശാഫിഈ ഇമാം ഷാഫിയുടെ അഭിപ്രായ ചൊന്ത ഇമാം നബവി റഹ്മത്തുള്ളാഹി ചൊല്ലുറ്. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫിയുടെ അഭിപ്രായ ഇമാം നബവി റഹ്മത്തുള്ളാഹി ചൊല്ലുറ്. ഇതൈതിക്കർ ഇമാം ഷാഫിയുടെ അഭിപ്രായ എന്തേ ഒരു ചാണ് മാത്രം വൈത്തി കെട്ടും, അതിനായിട്ട് യാർ ആവു തീരാ ചൊല്ലുறது. എന്തേ ഇമാം ഷാഫിയോടുണ്ട് നിങ്ങൾ ജീവനത്തിൽ ഞങ്ങൾ ഷാഫി മദ്ഹബ് പിൻപറ്റുறாங்க, ഷാഫി മദ്ഹബിനെ ഫോളോ ആക്കുறாங்க. ഇതില്ല, ഇത് തീന്തില്ല. നോക്കൂ, നിങ്ങൾ ഫത്തുഹുൽ മുഈൻ നിങ്ങളത് വലിയൊരു എന്തേ ആദരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇട്ടിക്കറ്, തിരിഞ്ഞു മറിഞ്ഞെങ്കിൽ ഫത്തുഹുൽ മുഈനില്ലാത്ത ഒരു കല്ലില്ല. ഈ ഫത്തുഹുൽ മുഈനില് ആറ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ കിതാബ് എത്തിക്കറ്. ഇതിന് മുന്നോടി എഴുതിയാറ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അയാളില് ആ ഫത്തുഹുൽ മുഈനിൽ കാണ്ട് അതില് ഇപ്പൊ മലയാള പരിഭാഷ വന്നത്. അപ്പൊ അതില് എഴുതര് ഖബറിനുള്ളിലോ ഖബർ മുകളിലോ ആവശ്യമില്ലാത്ത പടുത്തുയർത്തലുകൾ കറാഹത്താണ്. കറാഹത്തൈറ്റിക്ക് സുന്നത്തുണ്ടല്ല, ഖബർ വൈത്തി കെട്ടെടുത്ത് സുന്നത്തുണ്ടല്ല, അത് കറാഹത്തൈറ്റിക്ക്. കറാഹത്ത് ചൊന്ന ആക്കുകുത്തീറാത്തതൈറ്റിക്ക്. അലവി സഖാഫിനൊട്ടിക്ക് ഈ വിഷയം കേട്ടപ്പോ ഫത്തുഹുൽ മുഈനിൽ ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് കേട്ടപ്പോ അലവി സഖാഫി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വിഷയം ഇല്ല. സാധാരണ ആൾമാരൊട്ടിക്ക് അങ്ങനെ ചൊന്തു പോവാ ബച്ചവാവാ. ഫത്തുൽ മുഈനിലുണ്ട്, അത് കറാഹത്തെ തീന്തില്ല. അത് നിരോധിക്കുന്ന ഹദീസ് സ്വഹീഹ് വന്നിട്ടുണ്ട്, സ്വഹീഹായി വന്നിട്ടുണ്ട്. സ്വഹീഹായിട്ട് വന്നത് അതില് ഖബർ വൈത്തി കെട്ടരുത് നിരോധിക്കരുത് സ്വഹീഹായ ഹദീസ് വന്നത്. ആരെങ്കിലും കിളച്ചു മരിക്കുമെന്നോ മൃഗങ്ങൾ മാന്തുമെന്നോ ജലപ്രവാഹത്താൽ തകരുമെന്നോ ഭയമുണ്ടെങ്കിൽ കറാഹത്തില്ല. അതായത് ആരെങ്കിലും ഇപ്പൊ കണ്ടെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോ അത് ഒരു ഖബറുണ്ട്, ആ ഖബർ
കണ്ടെടുക്കുന്ന സന്ദർഭത്തിൽ ട്രാക്ക് ബന്ത് അതിലിങ്ങനെ എടുത്തു പോണ്ടേ ആ ഒരു പേടി ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ಬೆಲ್ಲ ಬಂತು ನಾಶ ಹಾಕಿರಂತ പേടിനെ അപ്പ തെല്ലെന്താക്ക കബർ ഗുർത്തത്തുകൈത്ത് തെല്ല് വൈത്ത അതല്ലാണ്ട് വേറെ ഒരു രീതിയിൽ കബർ വൈത്ത് കുത്തീറ മേൽപ്പറഞ്ഞ കാരണങ്ങളൊന്നുമില്ലാതെയാണ് അത് കെട്ടിയതെങ്കിൽ അതിന്മേൽ കുബ്ബയുണ്ടാക്കിയതെങ്കിൽ ആ സ്ഥലം പൊതു ശ്മശാനമോ പൊതുവായി നൽകിയ ആളെയും അടിസ്ഥാന സ്വഭാവവും അതേപോലെ അറിഞ്ഞാലും ഇല്ലെങ്കിലും വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമോ ആണെങ്കിൽ ഹറാമാണ് അല്ലെ. അത് പൊതു സ്ഥലമായിട്ടായെങ്കിൽ അത് അങ്ങനെ ഖബർ വൈത്തി കെട്ടരുത്, ഹറാമൈത്തിക്കറ്. അപ്പോൾ അത് പൊളിച്ചു മാറ്റൽ നിർബന്ധമാണ്. നോക്കൂ, അത് എടുക്കരുത്, അതിൽ ഇല്ലാണ്ടാക്കരുത്, നിർബന്ധത്തിക്കറ്. ഇത് ഫത്വുൽ മുഈനിലുള്ളേ, നിങ്ങളെ ഫത്വുൽ മുഈനിലുള്ളേ സൈനുൽ മഖ്ദൂം ചൊല്ലുന്ന ഖോജ എഴുതിയ ആ കിതാബ്. അപ്പൊ നിങ്ങ പഠിച്ചതേ നിങ്ങൾക്ക് അംഗീകരിക്കുകയില്ല ഖബർ വൈത്തി കെട്ട വിഷയത്തിൽ തീർത്തില്ല. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പൽക്ക് നോക്കൂ, ചൊന്ന ഇമാം നവവി ഇമാം ഷാഫിയുടെ അഭിപ്രായ ചൊന്നിട്ടല്ലേ. ഇനി ഇമാം ഷാഫി ഖുദ് ചൊന്നത് സ്വന്ത അൽ ഉമ്മു ചൊല്ലേ ഇമാം ഷാഫിയുടെ കിതാബിൽ ചൊന്നത് നോക്കൂ. വഇന്നമാ ഉഹിബ്ബു അൻ യുഷ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വഹു വഉഹിബ്ബു അൻ അല്ലാ യുബ്ന വലാ യുജസ്സസ്. நான் இஷ்டப்படுறேன் சொன்னேங்க கபரு ஒரு சான்று மேலல்லான்ட்டு கெட்டுறது. நான் ஒரு சான்று மேலு ஆவான்ட்டு ஒரு சான்று மாத்திரை இட்டிக்கிற கபரு மேலு பர்னாய் அதை இட்டிக்கிற நான் இஷ்டப்படுறேன். அல்லா யுபனா ആ കബറിന്റെ മേൽ വൈത്തി കെട്ടുறது ഞാൻ ഇഷ്ടപ്പെടില്ല. അതേപോലെ അതിൽ സിമെന്റ് അടിക്കരുത് ഞാൻ ഇഷ്ടപ്പെടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇത് അംഗീകരിക്കുക നിങ്ങൾ തയ്യാറുള്ളാറാ? മുസ്ലിയാക്കന്മാർ എന്തായെങ്കിലും തയ്യാറുള്ളാറുണ്ട് ഞാൻ പ്രതീക്ഷിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ക് കിട്ടുന്ന വർമാനതുവേ അല്ലേ, ജാറിന്നെങ്കിൽ വർമാണ് എല്ലാത്താണ്ടി സുലാഭത്തെ കച്ചവട ദുനിയാവുലു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാണ്ട് സുലാഭത്തിൽ കിട്ടുന്ന കച്ചവട എത്തിക്കറി ഈ ജാറ. ഏതെങ്കിലും ഒരു ജാറത്തിൽ കൂടെ കാശിടണ്ടാണ്ട് എഴുതിയതുണ്ട, അങ്ങനെ എഴുതുക ധൈര്യം ഉണ്ട അല്ലേ? അങ്ങനെ എഴുതുക ധൈര്യം അങ്ങനെ എഴുതിനെ 3-4 ആ ജാറ, പിന്നെ 4-ാമത്തെ നാലിക്കാല. അപ്പൊ ജാറത്തിൽ ഇൻകുള്ള വലിയ വരുമാനം ഉള്ള സബുലു അങ്ങെന്താക്കാറ് ഇതെല്ലാം എടുക്കുക അങ്ങ് റെഡി ഇല്ല, ഇതെല്ലാം എടുക്കുക റെഡി ഇല്ല. அதுக்கு சாதாரண ஆலோசனை ஆக்குற ஆள்மாரோட்டு சொல்றேன். இமாம் ஷாஃபிஈர அபிப்பிராயத்திலே கபரு வைத்து கெட்டுறது தீராண்டை திக்கிறது നമുക്ക് കാണാൻ സാധ്യവും. കബർ വൈത്തിരുത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അംഗീകരിക്കാത്തതും അത് ഇഷ്ടപ്പെടാത്തതുമായി തിക്റ് ചൊല്ലാൻ നമ്മൾ മനസ്സിലാക്കും. അതേപോലെ ഹദീസിൽ എത്രമാ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിരോധിച്ചിട്ട് ചൊല്ലறது. അപ്പൊ അത് കഴിത്ത് ഈ കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥമായ തൗഹീദ് എന്തിനെ ചൊല്ലത് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഖബർ സിയാറത്ത് ഉണ്ടു ഖബർ സിയാറത്ത് ആക്ക എന്ത് കഴിത്താക്ക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു തുദക്കിറുകുമുൽ മൗത വൽ ആഖിറ, മൗത്തും ആഖിറത്തും നിങ്ങൾക്ക് നെനപ്പാവുക വേണ്ടിയിട്ട് തിക്റ്. അല്ലാണ്ട് അവിടെ പോയിട്ട് ഇണ്ട് ഖബർ സിയാറത്ത് എന്തിന് ഉറൂസ് നടക്കറ്, അവിടെ എന്തിനുള്ള ബിരിയാണി അല്ലെ എന്തിനുള്ള ഇറച്ചി അത് ഇത് ഒരു പെരുന്നാൾ പോലെ പെരുന്നാളിലാണ്ട് അപ്പറാക്കാർ. ഇതാ ഖബർ സിയാറത്ത്. അങ്ങോട്ടേക്ക് വിളിച്ച് ദുആർക്കു ഇസ്ലാം പഠിപ്പാട്ടിയറ ഇല്ല. അപ്പൊ ഇതെല്ലാം സ്പഷ്ടമായിട്ട് നാ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന പോലെ യഹൂദിമാരുടെ സംസ്കാര ചൊല്ലത് ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ അത് കഴിത്ത് യഹൂദിമാരുടെ ഈ സംസ്കാരത്തിൽ നിന്ന് ബച്ചവായിട്ട് യഥാർത്ഥമായ തൗഹീദ് ബറു ചൊന്തുല്ലേ ഒരു സന്ദേശം എത്തിക്കറ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെതിർലു ഞങ്ങൾക്ക് ചൊല്ലുകൊള്ളേ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കരെ, അതേപോലെ തൗഹീദിൽ മരിക്കരെ, മുവഹിദായിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടരെ, നല്ല അടിമമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ട്. ഞങ്ങൾക്ക് തപ്പറെ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആക്കി തീർക്കട്ട്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.